സംശയിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് പടിപടിയായി ഉയർന്ന് പ്രധാനമന്ത്രിക്ക് നേരെ പ്രതിപക്ഷ നേതാവിന്റെ കസേര വലിച്ചിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു മാറ്റം എല്ലാവരും ഏറെ ചർച്ച ചെയ്യുകയാണ്. പണ്ട് 2004 ലോകസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് എല്ലാവരുടെയും കണ്ണുകൾ AICC ആസ്ഥാനത്തെ സോണിയാഗാന്ധിയിലേക്ക് എത്തിയിരുന്നു. അവർ പ്രധാനമന്ത്രിയാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ 57-ാം വയസ്സിൽ അവരെടുക്കുന്ന തീരുമാനത്തിന് ഏറെ പ്രസക്തി ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് കേവലം 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവരുടെ തീരുമാനത്തെ അട്ടിമറിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ല. അവർ എന്റെ അച്ഛനെ കൊന്നു. നിങ്ങൾ പ്രധാനമന്ത്രിയായാൽ 6 മാസത്തിനുള്ളിൽ അവർ നിങ്ങളെ കൊല്ലും. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ പ്രധാനമന്ത്രിയാകുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് കടുത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇത് പറഞ്ഞ വ്യക്തിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ആ തീരുമാനം അദ്ദേഹത്തിന്റെ അന്നത്തെ അചഞ്ചലമായ 34 വയസ്സിൽ അദ്ദേഹം നടത്തിയ അചഞ്ചലമായ ആ തീരുമാനം 57 വയസ്സുള്ള സോണിയാഗാന്ധിയെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ, എടുക്കുന്ന തീരുമാനങ്ങളിൽ ശക്തമായ നിലയുറപ്പിച്ച് നിന്ന രാഹുൽ ഗാന്ധി പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നൽകുന്നത്. ഈ പറഞ്ഞ സംഭവം ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡീകോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നീരജ ചൗധരി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അവർ പ്രശസ്തയായ ഒരു പത്രപ്രവർത്തകയാണ്. എന്നാൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ മാറ്റം വളരെ വലുതാണ്. 2004 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 5ഓളം ലോകസഭാ തെരഞ്ഞെടുപ്പുകൾ 2024 ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. 2004, 2009, 2014, 2019, പിന്നീട് ഇപ്പോൾ 2024 തുടർച്ചയായി കോൺഗ്രസ് ഏതാണ്ട് പതനത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ വലിയ പ്രവർത്തകനായി നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. 2004 ഏതാണ്ട് 145 സീറ്റിലുണ്ടായിരുന്ന കോൺഗ്രസ് മുന്നണിക്ക് അന്ന് ഏതാണ്ട് 218 സീറ്റുകളാണ്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് 206 സീറ്റുമായി 2014 എത്തുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് തുടർച്ചയായ പരാജയങ്ങളാണ് കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 2014 കേവലം 2014 206 സീറ്റിൽ നിന്ന കോൺഗ്രസ് പാർട്ടി പിന്നീട് 14 എത്തുമ്പോഴേക്കും കേവലം 44 സീറ്റിലേക്ക് ചുരുങ്ങുന്നതും 19 52 സീറ്റിലേക്ക് മാറുന്നതും, എന്നാൽ 24 ഒരു വലിയ മാറ്റത്തിലേക്ക് നീങ്ങുന്നതും നമ്മൾ കണ്ടതാണ്. ആ 44 സീറ്റിൽ നിന്ന് കോൺഗ്രസിനെ ഈ 99 സീറ്റിലേക്ക് കൈപിടിച്ച് നടത്തിയതിന് രാഹുൽ ഗാന്ധിക്ക് ഒട്ടേറെ അഭിമാനിക്കാനുള്ള വകയുണ്ട്. തുടക്കത്തിൽ വലിയ വിമർശനമായിരുന്നു. പപ്പു എന്ന വിളിപ്പാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എടുക്കുന്ന തീരുമാനങ്ങളിലൊന്നും ചങ്കുറച്ച് നിൽക്കാത്തൊരു മനുഷ്യൻ. ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് ട്രിപ്പ് നടത്തുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ച് പലപ്പോഴും പാർട്ടി പോലും പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന്, പ്രത്യേകിച്ച് ഭരിക്കുന്ന BJP പാർട്ടികളുടെ പക്ഷത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തികഞ്ഞ നിസ്സംഗത പാലിക്കുകയും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയെ പോലെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ നമ്മളൊക്കെ നെഹ്റുവും ഗാന്ധിയും തമ്മിലൊരു വ്യത്യാസം പറയാറുണ്ട്. ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഇന്ത്യയെ കണ്ടെത്തിയപ്പോൾ നെഹ്റു ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകം എഴുതിയ ആളാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ മികവ് അദ്ദേഹം നടത്തിയ ഭാരത ജോഡോ യാത്ര തന്നെയാണ്. ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിന്ന് ജനങ്ങളുമായി സംവദിച്ച് രാജ്യത്തിന്റെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത്. കാരണം തുടക്കത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരെയായ വലിയ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടായിരുന്നു വന്നത്. ഒരുപക്ഷെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം റാഫേൽ അഴിമതിയുമായി ഉന്നയിച്ചുകൊണ്ടാണ് വന്നതെങ്കിലും അതൊന്നും വോട്ടാക്കി മാറ്റുന്നതിന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ഒരു മാറ്റം വന്ന രാഹുൽ ഗാന്ധിയെയാണ്.
കാരണം അതുവരെ സഹോദരിയോടൊപ്പം കളിച്ചും ചിരിച്ചും യാത്രകൾ നടത്തിയും വിദേശ യാത്രകൾ നടത്തിയും ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന രാഹുൽ ഗാന്ധിയിൽ നിന്ന് തികഞ്ഞ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നേതാവായി പരിണമിച്ചത് ഒരുപക്ഷെ നമ്മൾ കൂടെ സഞ്ചരിച്ച് കണ്ടതാണ്. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ നേതൃത്വത്തിന്റെ ആ പാടവത്തിന്റെ മാറ്റം നമ്മൾ ഇപ്പോൾ അനുഭവിച്ചറിയുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഓരോ പ്രദേശത്തിനും അനുകൂലമായ അജണ്ട സെറ്റ് ചെയ്യുവാൻ കോൺഗ്രസിനെ സഹായിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പ്രാദേശിക വിഷയങ്ങൾ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുൻപ് പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങളെ പരിഗണിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയതിന്റെ തിരിച്ചടികൾ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടാലന്റ് ഹണ്ട് മാത്രം നടത്തിയല്ല സംഘടനയെ മുന്നോട്ട് നയിക്കേണ്ടതെന്നും അതിലുപരിയായി പ്രാദേശിക നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഇന്ത്യൻ നാഷണൽ എന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരേ ഒരു പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിൽ പിന്നീട് ഏതാണ്ട് 2014 ശേഷം തുടർച്ചയായി തകർന്നടിഞ്ഞ കോൺഗ്രസിനെ ഇപ്പോൾ കൈപിടിച്ചുയർത്തുവാൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ എല്ലാവരും പരക്കെ അംഗീകരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വളരെ സംശയിച്ചു നിന്ന വളരെ ഇമ്മച്ചുറായ ഒരു രാഷ്ട്രീയക്കാരനിൽ നിന്ന് വളരെ പ്രായോഗികമതിയായ തികഞ്ഞ പക്വതയുള്ള കാര്യങ്ങളെ നേരെ വിമർശിക്കുന്ന ലളിതമായ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയ നേതാവായി രാഹുൽ ഗാന്ധി പരിണമിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പോടെ കണ്ടത്. അദ്ദേഹം അതുവഴി നേട്ടമുണ്ടാക്കുകയും ചെയ്തു. കേവലമായി അദ്ദേഹം ഒരു നേതൃത്വ പാഠവം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ കൂട്ടിയിരിക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളതല്ല. പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും നടത്തുന്ന ശ്രമങ്ങൾ, പാർട്ടിയെ സ്വയം ശുദ്ധീകരിക്കുന്നതിന് അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങൾ, അപ്പം സ്വയം നവീകരിക്കുവാനും പാർട്ടിയെ ശുദ്ധീകരിക്കുവാനും അദ്ദേഹം നടത്തിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ. ഇടയ്ക്കെപ്പോഴും അദ്ദേഹം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, അദ്ദേഹം ഇട്ടെറിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പലപ്പോഴും പല പാർട്ടി വേദികളിലും പറഞ്ഞ് ശങ്കിച്ച് മാറി നിന്നിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ പുതിയ സഖ്യ മെയ്വഴക്കങ്ങൾ പ്രകടമാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ രാഹുൽ ഗാന്ധി എന്ന ചെറുപ്പക്കാരന് നിന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളൊക്കെ ആലോചിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മോദിയെ പോലെയോ അതിനേക്കാളേറെ ബദലായോ മറ്റൊരാൾ ഒരു നേതൃത്വം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഇടക്കാലത്ത് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും അനുഭവിച്ച ഒരു പ്രശ്നം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുന്നില്ല എന്നുള്ളതായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് അതിനുള്ള ശേഷിയില്ല എന്നാണ് എല്ലാവരും പറഞ്ഞു വെച്ചതെങ്കിൽ ഇന്ന് ശക്തനായ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ഇമേജ് ഉള്ള ഒരു ഭരണാധികാരിയിൽ നിന്നും അദ്ദേഹത്തിന് മാറ്റം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്കെതിരായി അത്രയും വലിയ കരിസ്മയുള്ള ഒരു ഭരണാധികാരിക്കെതിരായി അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കസേര വലിച്ചിട്ടിരിക്കുവാൻ പാകത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹം വളർന്നു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തന്നെയാണ്. അത് മാത്രമല്ല ഒരുപക്ഷെ കോൺഗ്രസിനെ വിവിധ തരത്തിലുള്ള ആശയങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രാദേശികമായ വിഷയങ്ങളെ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയും ഒരു ഊർജവും പകർന്നുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെയുള്ള പുതിയ കൂട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയ ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി വളരുകയാണ്. ആ വളർച്ച ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏവരും ബഹുമാനിക്കുന്ന ഒരു വളർച്ചയാണെന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജനാധിപത്യത്തിന് അതൊരു മുതൽക്കൂട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദിയെ പോലെ തന്നെ നമുക്കൊരു രാഷ്ട്രീയ നേതാവ് പോരാ. കരിസ്മയുള്ള, ജനങ്ങൾ പൊതുവെ അംഗീകരിക്കുന്ന, ലോകത്തറിയപ്പെടുന്ന മികച്ച നേതാക്കന്മാർ തന്നെയാണ് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത്.
അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും നരേന്ദ്രമോദി പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു നേതാവ് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമുക്ക് ചേർത്ത് വെക്കാനാവുന്ന ഒരു പേരായി രാഹുൽ ഗാന്ധി മാറുന്നത് നമുക്ക് ജനാധിപത്യത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് സന്തോഷത്തോടെ നോക്കി നിൽക്കാം.